ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിൽ 2 പൂച്ചയുടെ ശബ്ദം കേട്ട് ഞാൻ മേലോട്ട് ഓടിച്ചെന്നു ഗൈസ്. ടീമൊന്നും എനിക്ക് കണ്ടില്ല എങ്കിലും ഇവരുടെ ശബ്ദം കൂടി വന്ന സ്ഥലത്തോട് ഞാൻ ചെന്നപ്പോൾ ഗൈസ് 2 കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ അവരെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ അമ്മയെ വിവരം അറിയിച്ചു. ഇവളുടെ അമ്മയ്ക്കാണെങ്കിൽ നേരത്തെ എന്തോ ഒരു അപകടം പറ്റിയതായിട്ട് ഞങ്ങൾക്ക് സൂചന കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ മേളിൽ തപ്പുക ഗൈസ്. അന്നേരം ഒന്നും എനിക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ശബ്ദം കൂടി വന്ന സ്ഥലത്തോട്ട് ചെന്നപ്പോൾ എനിക്ക് ഇവരെ കിട്ടി. ഇവർക്ക് എന്താ കൊടുക്കണ്ടേ എന്ന് പോലും എനിക്ക് അറിയത്തില്ല ശരിക്കും. 2 പേരും കഴിച്ചിട്ട് തന്നെ 1 ദിവസത്തിലധികമായിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ. ഇവര് എന്താ ചെയ്യുക ഒന്നും എനിക്കറിയില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവളെ വിടും. കണ്ണുപോലും വിരിയാത്തതായതുകൊണ്ട് എന്താ കൊടുക്കുക ഒന്നും അറിയത്തില്ല ഗൈസ്. ഒരാളുടെ കണ്ണ് മാത്രം ചെറുതായിട്ട് അതൊന്നും തുറന്നിട്ടില്ല ഗൈസ്. അങ്ങനത്തെ രീതിയിലാണ് കിടക്കുന്നത്. മറ്റേയാളുടെ ആണെങ്കിൽ 2 കണ്ണും തുറന്നിട്ടില്ല. എന്താ ഇവരെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. 2 പേരുടെ ശരീരത്ത് മുറിവുകൾ ഒത്തിരി അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം പറ്റിയതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. 2 ആളിൽ ഒരാൾ ഭയങ്കര ആക്റ്റീവാണ്, മറ്റേയാൾക്ക് ചെറിയൊരു വല്ലായ്മ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പക്ഷെ കൈ കണ്ടില്ലേ ഗൈസ്, നിങ്ങൾ ഞാൻ കൈയാണ് കാണിക്കുന്നത്. കണ്ട് മുറിവുകളൊക്കെ പറ്റിയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യം. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ 2 പേരും അങ്ങ് ഉറങ്ങിപ്പോയി. ഇവരുടെ അപ്ഡേഷനായിട്ട് വരാം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.